ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 111. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1-ലെ 53-ാമത്തെ സൂക്തമാണ്. ഇതിലെ ദേവതയും ഇന്ദ്രനാണ്. ഇന്ദ്രൻ ആരാണെന്ന് മുമ്പ് പറഞ്ഞത് തന്നെയാണ്, എങ്കിലും ഒരിക്കൽ കൂടിയും പറയാം, ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ. നമ്മൾ എന്തൊക്കെ ഒരു കാര്യം നടക്കുന്ന സയൻസിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ പിന്നിൽ ഒരു തത്വം ഉണ്ടാവും. ഇപ്പം നമ്മൾ ചോറ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു തത്വമുണ്ട്. വെള്ളവും അരിയും ചൂട് തട്ടുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു സ്ട്രക്ചറൽ മാറ്റം വന്നിട്ട് അത് പദമായി തീരും. പക്ഷേ ആ തത്വവും അരിയും വെള്ളവും ഉണ്ടായാൽ മാത്രം ചോറാകില്ല. അതിനനുസരിച്ച് ഒരാൾ അതിനെ ഏകോപിപ്പിച്ചിട്ട് പാത്രം എടുത്ത് അതിൻ്റെ അകത്ത് അരിയെല്ലാം കഴുകിയിട്ട് ചൂടെല്ലാം ആക്കണം, ഏകോപിപ്പിക്കണം. അതിനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ പാത്രത്തിൻ്റെ അകത്ത് ഒരു വലിയ രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അതും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ അവിടെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് ആ സയൻസിൻ്റെ അകത്തുനിന്ന് വരുന്ന ഫലമായിരിക്കാം. ഫലത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കർമ്മത്തിലും അതിൻ്റെ അകത്ത്, ആ സിസ്റ്റത്തിൻ്റെ അകത്ത് നടക്കുന്ന ഫലത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 53-1. ഋഷി സഹ്യൻ, ദേവത ഇന്ദ്രൻ, ഛന്ദസ് ഗായത്രി. നുഷു വാചം പ്രമഹേ പരാമഹേ ഗിര ഇന്ദ്രായ സഭനെ വിവസ്വതഃ. നുചിദ്ധീരത്നം സതതാം ഇവാവിദന്ന ദുഷ്ടതിർ ദ്രവിണോദേശു ശസ്വതേ. ഞങ്ങൾ ഇന്ദ്രനായിക്കൊണ്ട് അനേകം സ്തുതികൾ ആലപിക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരുടെ ധനത്തിൽ അധികാരം നടത്തുന്നത് പോലെ ഇന്ദ്രൻ ദൈത്യന്മാരുടെ ധനം പിടിച്ചെടുത്തു. അതിനാൽ നാം ധനദാതാവായ ഇന്ദ്രനെ ഉത്തമമായ രീതിയിൽ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇന്ദ്രനായിക്കൊണ്ട് സ്തോത്രങ്ങൾ, മനോഹരമായ സ്തോത്രങ്ങൾ ആലപിക്കുകയാണെന്ന് പറഞ്ഞാൽ, സ്തോത്രം എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളാണ്. ഇന്ദ്രനെ പറ്റിയുള്ള സ്തുതികളാണ്. ഇന്ദ്രനെ പറ്റിയുള്ള സ്തുതി എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാലും ഇന്ദ്രൻ എന്ത് ചെയ്യും? ആ കൊടുക്കുന്ന വസ്തുക്കളെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിത്തരും. അപ്പോൾ അതിന് സ്തോത്രത്തിൻ്റെ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതനുസരിച്ചാണ് ഫലം കിട്ടുക. ഉദാഹരണമായിട്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെറുതെ പാത്രത്തിൽ അരിയും വെള്ളവും ഒക്കെ ചൂടാക്കിയാൽ മതി. പക്ഷേ ഇന്ദ്രൻ അത് ചോറാക്കാൻ കുറേ സമയം പിടിക്കും. നേരെ മറിച്ച് ഒരു പ്രഷർ കുക്കറിൽ പ്രഷറും കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സയൻസ് മാറും. അപ്പം വേഗത്തിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രന് കൊടുക്കണം. അപ്പം നമ്മൾ ഇന്ദ്രനെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരുടെ ധനം അതിൻ്റെ കൈമലാണുള്ളത്. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരുടെ ധനം എന്ന് പറഞ്ഞാൽ ഒരു അധ്വാനവും ചെയ്യാത്ത ആൾക്കാരുടെ ധനം. കർമ്മം ചെയ്താലേ നമുക്കെന്തോ ഫലം കിട്ടുകയുള്ളൂ. നമ്മളൊന്നും കർമ്മം ചെയ്യാതെ മുണ്ടാണ്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ധനം വേറെ വല്ലവരും കൊടുക്കും. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്നവരുടെ ധനം, അതിൻ്റെ അധികാരം ആർക്കാണ്? ആ കർമ്മം ചെയ്യുന്നവർക്കാണ്. അവരെ പക്ഷത്താണ് ഇന്ദ്രൻ നിൽക്കുക. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്നവരുടെ ധനത്തിൻ്റെ അധികാരി ഇന്ദ്രനാണ്. നമ്മൾ ഉണർന്ന് കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ ധനം എടുത്തിട്ട് നമുക്ക് കൊടുക്കും. അപ്പോഴെന്ത് ചെയ്യുന്നു? അത് ദൈത്യന്മാരുടെ ധനം പിടിച്ചെടുത്ത് നമുക്ക് തരും. അപ്പോൾ ആരാണോ കർമ്മം ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ ഫലം കിട്ടും. ആ ഫലം നേടിത്തരുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അതിലൂടെ നമുക്ക് ധനം നേടാം. അതിനാൽ നമ്മളെന്ത് വേണം? ഉചിതമായ നല്ല സയൻസിലൂടെ അതിനെ, ഇന്ദ്രനെ സ്തുതിക്കണം. നമ്മൾ നല്ല ശാസ്ത്ര സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പണ്ട് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ആ കിട്ടുന്ന വെളിച്ചെണ്ണയ്ക്ക് ഒരു നിറയെല്ലാം മഞ്ഞ നിറയെല്ലാം മരിക്കാണ് സാധാരണ ചൂടാക്കി എല്ലാം എടുക്കുമ്പോൾ.
പക്ഷെ ഇന്നത്തെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ച് നല്ല വെള്ള നിറമരി ഇരിക്കും. അത് ആ പ്രോസസ്സിന്റെ വ്യത്യാസമാണ്, സ്തുതികളുടെ വ്യത്യാസമാണ്, സയൻസിന്റെ വ്യത്യാസമാണ്. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 53-2 ദുരോ അശ്വസ്യ ദുര ഇന്ദ്ര ഘോരസി ദുരോയവസ്യ വസൂന ഇനസ്പതി ശിക്ഷാനരപ്രതിവോ അകാമകർഷന സഖാ സഖിപ്യസ്തദിതം ഗൃണീമസി. ഇന്ദ്രൻ അശ്വങ്ങളുടെയും ഗോക്കളുടെയും ധനധാന്യാദികളുടെയും ദാതാവാണ്. പ്രാചീനകാലം മുതൽ ദാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആർക്കും ആശാഭംഗം വരുത്തുന്നുമില്ല. മൈത്രി ബന്ധം പുലർത്തുന്നവരുടെ മിത്രവുമാണ് ഇന്ദ്രൻ. അങ്ങനെയുള്ള ഇന്ദ്രനെ ഞങ്ങൾ സ്തുതിക്കുന്നു. എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നീ അശ്വങ്ങളുടെ അശ്വം എന്ന് പറഞ്ഞാൽ വേദത്തിലെ ഊർജമായിട്ട് എടുക്കണം. ഊർജത്തിന്റെ ദാനം നൽകുന്നത് നീയാണ്. നമുക്ക് ഊർജം കിട്ടണമെങ്കിൽ എന്തെങ്കിലും പ്രയോഗിക്കുമ്പോഴാണ് ഊർജം കിട്ടുക. നമുക്ക് വിറക് കത്തിക്കുമ്പോൾ ഊർജം കിട്ടും. അപ്പൊ അവിടെ കത്തുന്നതിൽ പങ്കെടുക്കുന്നത് ആരാണ്? ഇന്ദ്രനാണ്. ഇന്ദ്രനാണ് ആ വിറകിനെ ഓക്സിജനുമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് അഗ്നിയാക്കി മാറ്റുന്നത്. അപ്പം ഊർജത്തിന്റെ ദാതാവാണ്, ഗോക്കളുടെ ദാതാവാണ്. ഗോക്കൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളാണ്. ഒരു രാസപ്രവർത്തനത്തിൽ നമ്മൾ ജനറേറ്ററിലെല്ലാം ഇലക്ട്രോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനെയാണ്? ആ ജനറേറ്ററിൽ ചില കർമ്മങ്ങൾ നടക്കുന്നത്. അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനാണ്. അല്ലെങ്കിൽ പശുക്കളെന്ന നിലയിലും എടുക്കാം. പശുക്കളെ കിട്ടുന്നതിനും ഇന്ദ്രൻ തന്നെയാണ്. പശുക്കളെ സംരക്ഷിക്കുന്ന ഭക്ഷണം കൊടുത്ത് ആ ഭക്ഷണത്തിലൂടെ അതിൻ്റെ ശരീരത്തെ വലുതാക്കുന്നതിൽ ഇന്ദ്രൻ തന്നെ. അതിൻ്റെ ശരീരത്തിൻ്റെ അകത്തും കുറേ അങ്ങനെയും വേണമെങ്കിൽ സാധാരണക്കാരൻ എടുക്കാം. അങ്ങനെ ദാനം ചെയ്തുകൊണ്ടിരിക്കുക. നീ ആർക്കും അവരുടെ ആശ സാധിപ്പിക്കാതിരിക്കുന്നില്ല. ആരെന്താഗ്രഹിച്ചാലും ഇന്ദ്രനെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇന്ദ്രൻ ഇന്ദ്രൻ വന്നോളൂ. നമ്മൾ കർമ്മം ചെയ്താൽ നമ്മുടെ ആഗ്രഹം സാധിക്കും. പക്ഷേ സയൻസിന്റെ അടിസ്ഥാനത്തിൽ, സ്തുതികളുടെ അടിസ്ഥാനത്തിൽ ചെയ്യണം. അല്ലാതെ അരിയും വെള്ളവും കൊടുത്തിട്ട് സാമ്പാറാക്കുന്നുള്ള ഇന്ദ്രൻ സാമ്പാറൊന്നും നോക്കില്ല. ചോറാക്കാത്തരാണ് ഇന്ദ്രന് പറ്റും. അപ്പൊ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ സയൻസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു വരും. അപ്പൊ മൈത്രി ബന്ധം സ്ഥാപിക്കും. നമ്മളോട് എപ്പോൾ മിത്രതയിലാണുള്ളത്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോൾ അവരെ ഓടിപ്പിടിച്ചിട്ട് നമ്മളെ സഹായത്തിന് വരും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 53-3 ശജീവ ഇന്ദ്ര പുരുഹൃദ്യുത്തമ തവേദിതം അഭിതച്ചേകിദേവസു അത സംഗൃഭാഭിഭൂത ആഭരമാം ധ്യായതോ ജരിതു കാമമൂനൈ. എല്ലാ സമ്പത്തും ജ്ഞാനിയും ബഹുകർമാവും ധനത്തെ പ്രകാശിക്കുന്നവനുമായ ഇന്ദ്രൻ്റേതാണ്. അവ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരൂ. അങ്ങയുടെ സ്തോതാക്കളുടെ അഭിലാഷം വ്യർത്ഥമാക്കരുതേ. ഇന്ദ്രൻ ജ്ഞാനിയും ബഹുകർമ്മങ്ങൾ ചെയ്യുന്നവരും ധനത്തെ പ്രദാനം ചെയ്യുന്നവരുമാകുന്നു. ഭയങ്കര ജ്ഞാനമുണ്ട്. കാരണം കർമ്മം ചെയ്യേണ്ടിക്കില്ല. നമ്മളിപ്പോൾ ഒരു മേസ്ത്രി വീട് വെക്കേണ്ടിക്ക് അങ്ങേർക്ക് ആ വീട് കെട്ടേണ്ട, കല്ലും മണ്ണും എല്ലാം യോജിപ്പിക്കേണ്ട, എങ്ങനെയാണ് സിമെന്റ് എത്ര മേശോല് പിന്നെ തൂക്ക് പിടിക്കുന്നത്, ഇതെല്ലാം മേസ്ത്രിക്ക് അറിഞ്ഞെങ്കിലല്ലേ ചെയ്യാൻ പറ്റൂ. അതുപോലെ നമ്മൾ ചോറ് വെക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള അരിയിൽ എന്തെല്ലാം രാസമാത്രം മാറ്റം വരുത്തണമെന്ന് ഇന്ദ്രൻ അറിയാം. അതുകൊണ്ടാണ് ഇന്ദ്രൻ അഗ്നിയുടെ സഹായത്താലും വെള്ളത്തിന്റെ സഹായത്താലും അതിന്റെ ഘടനയിൽ മാറ്റം വരുത്തിയിട്ട് അതിനെ സോഫ്റ്റ് ആക്കുന്നത്. അപ്പൊ അത് എല്ലാ ജ്ഞാനവും പറയും. ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിന്റെ ജ്ഞാനം അവനുണ്ട്. പല കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് അവൻ. എന്ത് വേണ്ടിയിട്ടും ഉണ്ടാക്കിത്തരും. IC ചിപ്പ് ഉണ്ടാക്കണം, റോക്കറ്റിനെ ഉയർത്തിയിട്ട് മുകളിലെത്തിക്കണം, എല്ലാം അവൻ ചെയ്യും. അവൻ വെറും കർമ്മങ്ങൾ ചെയ്യും. അതിലൂടെ എന്ത് ചെയ്യും? പലതരത്തിൽ ധനം നൽകുന്നവനാണ്. അതുകൊണ്ട് എല്ലാ സമ്പത്തും ആരുടേതാണ്? ഇതിന് അവകാശപ്പെട്ടതാണ്. നമ്മൾ എന്തൊക്കെ കർമ്മം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, കർമ്മത്തിന് വേണ്ട സാധനങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ അതിനെ ധനമാക്കിയിട്ട് സമ്പത്താക്കിയിട്ട് നമുക്ക് തരും. അതുകൊണ്ട് ഇന്ദ്രനോട് പറയാണ് എല്ലാ സമ്പത്തുകളും നമുക്ക് കൊണ്ടുതരിക. നമ്മൾ എന്ത് ചെയ്യും? ആ സമ്പത്ത് ഉണ്ടാക്കേണ്ടതിന് വേണ്ട സാധനങ്ങൾ കൊടുക്കും.
നമ്മൾ ചെടിക്ക് വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ ആ വളർത്തി എടുത്തിട്ട് അതിൽ ചെടിയിൽ ചില രാസപ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടാണ് പഴമായിട്ട് ഫലമായിട്ട് തീരുന്നത്. അപ്പോൾ അത് എല്ലാ സമ്പത്തിൻ്റെ അധിപനാണ്, അതെല്ലാം നമുക്ക് കൊണ്ടുതരൂ. അങ്ങനെ സ്തുതിക്കുന്നവരുടെ അഭിലാഷം സാധിപ്പിച്ചു തരും. അങ്ങനെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കുന്നവരുടെ എല്ലാം ആഗ്രഹങ്ങളങ്ങ് സാധിപ്പിച്ചു കൊടുക്കണം. ഇനി 4 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 53 4 ഏഭിർദ്യുഭീസു മനാ ഏഭിരിൻ ഇന്ദുഭിർ നിരുന്ധാനോ അമതീം ഗോഭിരശ്വിന ഇന്ദ്രേണ ദസ്യും ദരയന്ത ഇന്ദുഭിർ യുധദേശസ സമിഷ രഭേമഹി. പ്രകാശിതമായ ഹവിസിനാലും സോമത്താലും സന്തുഷ്ടനായ ഇന്ദ്രൻ ഗവാശയുക്തമായ ധനം നൽകി ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റുന്നു. ഞങ്ങളുടെ ശത്രുക്കളെ വധിച്ച് വിദ്വേഷരഹിതമായ ശക്തി ഞങ്ങൾക്ക് നൽകുന്നു. ഇവിടെ പ്രകാശിതമായ അശ്വത്തിനാലും ഹവിസിനാലും, അപ്പോഴേ പ്രകാശത്തിലൂടെ ലഭിക്കുന്ന സോമത്താലും നീ സന്തുഷ്ടനായി അശ്വയുക്തമായ ധനം നൽകുന്ന ഗവാശയുക്തമായ ധനം നമുക്ക് നൽകുക. അപ്പൊ പ്രകാശരൂപത്തിലുള്ള ഹവിസ്, അപ്പൊ സൂര്യനിൽ നിന്ന് പ്രകാശം ലഭിക്കുമ്പോൾ അതിനെ എന്താക്കി തീർക്കുന്നുണ്ട്? അത് ഊർജമായി മാറിയിട്ട് നമുക്ക് ധനരൂപത്തിൽ പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രകാശോർജത്തെ അതെന്ത് ചെയ്യുന്നുണ്ട്? സോമമായിട്ട് ചേർത്തിട്ട് നമുക്ക് ധനരൂപമായിട്ട് നൽകുന്നുണ്ട്. ഏതെല്ലാമാണ്? ചെടികളിൽ നടക്കുന്നത് മുഴുവൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. സൂര്യപ്രകാശത്തിലുള്ള അശ്വങ്ങളിൽ നിന്നാണ് ഊർജം അല്ലെങ്കിൽ ബലങ്ങൾ. ആ ബലങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെടികൾ ഭക്ഷണങ്ങളെല്ലാം പാകം ചെയ്തിട്ട് ഫലങ്ങളെല്ലായിട്ട് മാറുന്നത്. അപ്പോൾ അത് വൈദ്യുത രൂപത്തിലുള്ളതാണ്. പ്രകാശത്തെ ചെടികളിൽ ഇലക്ട്രോൺ പുറത്തേക്ക് വരും. ആ പച്ച നിറത്തിലുള്ള ഇലകൾ അതിനെ ഭക്ഷണ രൂപത്തിലാക്കി മാറ്റും. അതിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക്, ഇലക്ട്രോണാണ് വൈദ്യുതി, അതിലാണ് ബലം നൽകുന്നത്, പുതിയ വസ്തുക്കളാക്കി മാറ്റുന്നതിന്. അങ്ങനെ തങ്ങളുടെ ദാരിദ്ര്യം അകറ്റണേ. അങ്ങനെ പ്രപഞ്ചത്തിൽ സൂര്യപ്രകാശത്തിലൂടെയാണ് ഈ കൃഷികൾ മുഴുവൻ ഉണ്ടാകുന്നത്. അതിലൂടെയാണ് നമ്മുടെ ദാരിദ്ര്യം. കൃഷി തന്നെയാണ് പ്രധാനപ്പെട്ടത്. നമ്മളെ ദാരിദ്ര്യം അകറ്റുന്നത് കൃഷിയിലൂടെ തന്നെയാണ്. ഞങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കണേ, അതിനുള്ള ശക്തി നമുക്ക് നൽകണേ. നമ്മുടെ ശത്രുക്കളെ നശിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല കൃഷി ഉണ്ടാകുകയാണെങ്കിൽ സമൃദ്ധി ഉണ്ടാവും. അപ്പൊ ശത്രുക്കൾ നശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ഇനി 5 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 53 സമിന്ദ്രരായ സമീഷ രഭേമഹി സംവാജേഭി പുരുശ്ചന്ദ്രൈർ അഭിദ്യുഭി സംദേവ്യാ പ്രമത്യ വീരസുഷ്മയാ ഗോ അഗ്രയാശ്വാപത്യ രഭേമഹി. ഞങ്ങൾ അന്നാദികളോട് കൂടി ആയിത്തീരണമേ എന്ന് ഇന്ദ്രനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും സന്തുഷ്ടരാക്കുന്ന ശക്തിയാൽ യുക്തരാക്കേണേ. വീര്യമേറിയ അശ്വങ്ങളും രഥങ്ങളും ഗോക്കളും ലഭ്യമാക്കുന്നതിനുള്ള ഉത്തമ ബുദ്ധിയാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ എന്ന് ഇന്ദ്രനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ദ്രനോട് പറയാണ്, അന്നദാനാദികളോട് കൂടി ഞങ്ങളെ എല്ലാവരെയും സന്തുഷ്ടരാക്കണേ. അതിനോട് നമുക്ക് ശക്തി നൽകണേ എന്ന്. കാരണം നമുക്ക് അന്നം നൽകുന്നത് നേരത്തെ പറഞ്ഞു, പ്രകാശ രൂപത്തിലുള്ള ഊർജം ചെടികള് ഭക്ഷണമാക്കി മാറ്റുകയാണ്. അപ്പം ഞങ്ങൾക്ക് അന്നവും മറ്റും അന്നദാനാദികളോടുകൂടി
ഞങ്ങൾ അന്നദാനാദികളോടുകൂടിയവരാകണേ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷി വിഭവങ്ങളെല്ലാം നല്ലവണ്ണം നാട്ടിലുണ്ടാകണേ. അപ്പം സൗഭാഗ്യം ഉണ്ടാകണേ. ഭൂമിയിൽ പ്രകൃതിയിൽ നമുക്ക് എല്ലാ വിഭവങ്ങളും കാർഷിക വിഭവങ്ങളും നല്ലവണ്ണം ഉണ്ടാക്കി തരണേ എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നമ്മൾ സന്തുഷ്ടരാകും, നമ്മൾ ശക്തിമാന്മാരാകും. വീരമേറിയ അശ്വങ്ങളെയും ഗോക്കളെയും ലഭ്യമാക്കുന്നതിനുള്ള ബുദ്ധിയാൽ ഞങ്ങളെ സമ്പന്നരാക്കും. നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് എന്തുണ്ടാക്കണം? അശ്വങ്ങളെ ഉണ്ടാക്കണം. അപ്പം ധനങ്ങൾ ഉണ്ടാക്കണം. അശ്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഊർജം, നമ്മളെ ശക്തി, പലതരത്തിലുള്ള ഊർജം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാറെല്ലാം ചലിപ്പിക്കുന്നത് ഊർജത്തിൻ്റെ സഹായത്താലാണ്. അവരെന്താണ് ചെയ്യുന്നത്? ചില രാസപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ട് ഇന്ദ്രനാണ് ബലം നൽകുന്നത്. അവിടെ ബലമാണ് നൽകുന്നത്. ആ ബലം ഉപയോഗിച്ചാണ് ചെടികളിലാണെങ്കിൽ ഫലങ്ങളാണ് നൽകുന്നത് ആ പ്രവർത്തനത്തിലൂടെ. റോക്കറ്റിലാണെങ്കിൽ ബലമാണ് നൽകുന്നത്. എന്തിന്? റോക്കറ്റിനെ ഉയർത്താൻ വേണ്ടിയിട്ട്. ഗോക്കളെ നൽകുക എന്നാണ് ഇലക്ട്രോണുകളെ വൈദ്യുതി രൂപത്തിൽ നമുക്ക് ഇന്ദ്രൻ തരും. വൈദ്യുതി ഉണ്ടാക്കുന്ന ജനറേറ്ററിൽ അതിൻ്റെ അകത്ത് ഇന്ദ്രൻ പ്രവർത്തിച്ചിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലക്സിനെ എന്താക്കി മാറ്റി തരും? വൈദ്യുതോർജ്ജമാക്കി തരും. മെക്കാനിക്കൽ എനർജി, അതിനെ തിരിക്കണം ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ മെക്കാനിക്കൽ എനർജിയാണ് എന്താകുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നത്. ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് ഇന്ദ്രൻ. ഇനി 6 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 53 6 തേ ത്വാമദാ അമദന്താനി വൃഷ്ണ്യാ തേ സോമാസോ വൃത്രഹത്യേഷു സത്പദേ യത്കാരവേ ദശവൃത്രാണ്യപ്രതി ബർഹിഷ്മതേനീ സഹസ്രാണി ബർഹയാ. വൃത്രനെ വധിച്ച യുദ്ധത്തിൽ സോമത്തിൽ നിന്ന് ഉത്ഭവിച്ച ആനന്ദം സജ്ജനരക്ഷകനായ ഇന്ദ്രനെ വളർത്തി. അപ്പോൾ യജമാനൻ്റെ സ്തുതികളോടുകൂടി 10,000 ശത്രുക്കളെ ഇന്ദ്രൻ സംഹരിച്ചു. സജ്ജനങ്ങളെ രക്ഷിക്കുന്ന ഇന്ദ്രൻ വൃത്രനെ വധിച്ചിട്ട്, വൃത്രൻ എന്ന് പറഞ്ഞാൽ എന്ത് കർമ്മം ചെയ്യുമ്പോഴും there is a reaction. അവിടെ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. ആ രാസപ്രവർത്തനത്തിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ശക്തിയുണ്ട്. ന്യൂട്ടന്റെ സെക്കൻഡിലോ തേർഡിലോ എവറി ആക്ഷൻ there is equal and opposite reaction. അപ്പം ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ യജ്ഞത്തെ സഹായിക്കുന്നവരാണ്. വൃത്രൻ അതിൻ്റെ റിയാക്ഷനാണ്. ആ റിയാക്ഷനെ, പ്രതിബന്ധത്തെ തടസ്സം ചെയ്തിട്ടാണ് കാര്യങ്ങളെ സാധിപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ അതെങ്ങനെയാണ്? വൃത്രനെ വധിച്ച യുദ്ധത്തിൽ സോമരസത്തിൽ നിന്നും ഉത്ഭവിച്ച ആനന്ദം. അപ്പോൾ ഇന്ദ്രൻ ബലം പ്രയോഗിച്ചിട്ടാണ് വൃത്രനെ നശിപ്പിക്കുന്നത്. ആ ബലം പ്രയോഗിക്കാനുള്ള സോമരസം നമ്മൾ ഇന്ദ്രന് നൽകണം. സോമം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ്. അത് അഗ്നി രൂപത്തിലാകാം, ദ്രവരൂപത്തിലാകാം, മാഗ്നറ്റിക് ഫ്ലക്സ് രൂപത്തിലാക്കാം. ഏതിലും വേറെത്തിലും ഒന്നും കൊടുത്തില്ല, അതിനെയല്ലേ വേറൊന്നാക്കി മാറ്റുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന വസ്തുവിനാണ് സോമരസം എന്ന് പറയുന്നത്. അത് കുടിച്ചിട്ട് ശക്തമായിട്ടാണ് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നത്? പ്രതിബന്ധങ്ങളെ, വൃത്രനെ സംഹരിച്ചിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്നത്. അപ്പോൾ യജമാനന്റെ സ്തുതികളാൽ അപ്പോൾ എന്ത് ചെയ്യുന്നു? 10,000 ശത്രുക്കളെ അങ്ങ് സംഹരിച്ചു യജമാനൻ. അപ്പം നമുക്ക് വേണ്ടിയാണ് ഇന്ദ്രൻ, നമ്മളാണ് യജമാനൻ, നമ്മളാണ് കർമ്മം ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ടി ഇന്ദ്രൻ എന്ത് ചെയ്യുക? 1000കണക്കിന് ശത്രുക്കളെ ഇല്ലാതാക്കും. എങ്ങനെ? നമ്മൾ കൊടുക്കുന്ന സോമം ഉപയോഗിച്ചുകൊണ്ട്, അതിൽ നിന്നുള്ള ശക്തി സംഭരിച്ചുകൊണ്ട്. അപ്പോൾ ആ സോമം കുടിക്കുമ്പോൾ അത് തൃപ്തിയാകും, അതിന് ആനന്ദമാകും. അപ്പോൾ ആ സോമത്തിൻ്റെ ബലത്താൽ, നമ്മൾ കൊടുക്കുന്ന ബലത്താൽ, ഉദാഹരണമായി ചോറ് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അരിയും വെള്ളും അഗ്നിയും ഇന്ദ്രന് കൊടുക്കും. അത് ഇന്ദ്രൻ എടുത്തിട്ട് നല്ല സന്തോഷത്തോടു കൂടി തൃപ്തിയായിട്ട് ആ അരിയിൽ എന്താക്കിയിട്ട് നമുക്ക് തരും, ചോറാക്കിയിട്ട് തരും. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 53 7 യുധായുധം ഉപഖേദേഷി തൃഷ്ണുയാ പുരാപുരം സമിതിതം ഹംസോ
ഓജസ നമ്യായതിന്ദ്ര സഖ്യാപരാവതി നിബർഹയോ നമുചിം നാമമായിനം. ഇന്ദ്രൻ യുദ്ധത്തിന് നിർഭയനായി ചുറ്റുന്നു. എല്ലാ ദുർഗങ്ങളെയും തകർക്കുന്നു. സ്വന്തം വജ്രായുധത്താൽ നമുജി എന്ന രാക്ഷസനെ ദൂരദേശത്ത് ചെന്ന് വധിച്ചു. 7 പറയാണ്, യുദ്ധത്തിൽ നീ നിർഭയനായി പുറപ്പെടുന്നു. എല്ലാ രാസപ്രവർത്തനവും ഒരു യുദ്ധം തന്നെയാണ്. നമ്മളൊരു കല്ല് പൊട്ടിക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു യുദ്ധമാണ്. നമ്മൾ കല്ലിനെ പൊട്ടിക്കാൻ ശ്രമിക്കുന്നു, കല്ല് അതിനെ എതിർക്കുന്നു. കാരണം എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. രജോ ഗുണത്തിന് തമോ ഗുണമുണ്ട്, എതിർപ്പുണ്ട്. ആ എതിർപ്പിനെ മറികടക്കുക. അപ്പോൾ അവിടെ ഒരു ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. ഒരു കല്ല് പൊട്ടിക്കുകയാണെങ്കിൽ പോലും. ഇപ്പോൾ ഒരു ചോറിനെ അരിയെ ചോറാക്കുമ്പോഴും അതിൻ്റെ അകത്ത് കുറേ പൊട്ടിക്കൽ കൂട്ടിച്ചാക്കുകൾ ചേർത്തിട്ടാണ് അതിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തിയിട്ട് സുന്ദരമായ ചോറാക്കി മാറ്റുന്നത്. അപ്പം എല്ലാം യുദ്ധമായിട്ടാണ് കഥയിൽ ഇതിൽ ചിത്രീകരിക്കുക. യുദ്ധത്തിൽ നീ നിർഭയനായിട്ട് എല്ലാ ദുർഗങ്ങളെയും തകർക്കും. ഒരരിയിൽ കെമിസ്ട്രി അറിയുന്നവർക്കറിയാം, അതിൻ്റെ അകത്തുള്ള അരിയിലുള്ള എല്ലാ തന്മാത്രകളും വളരെ ദൃഢമായിട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ദ്രൻ അതിൻ്റെ അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യും? അഗ്നിയുടെ സഹായത്താൽ, വെള്ളത്തിൻ്റെ സഹായത്താൽ അതിനെ പൊട്ടിച്ച് പദം വരും. നമ്മളിപ്പോൾ ഒരു കമ്പ്, കുറേ കമ്പുകൾ കുറേ കയറിട്ടിങ്ങനെ കെട്ടിയിരിക്കുന്നത് വെച്ചാൽ ഭയങ്കര സ്ട്രെങ്തായിരിക്കും. അതിനെ ലൂസാക്കണ്ടിക്ക് ചെയ്താൽ മതി, ഓരോ കയറായിട്ട് ചുറ്റിയ കയറായിട്ട് പൊട്ടിച്ചാൽ മതി. അപ്പോൾ അത് ലൂസായിട്ട് വരും. ഇത് തന്നെയാണ് അരിയിലും സംഭവിക്കുന്നത്. ഇത് ചെയ്യുന്ന ആരാണ്? ഇന്ദ്രനാണ്. ഏതുപയോഗിച്ചിട്ട്? അതിൻ്റെ വജ്രായുധത്താൽ നമുജി എന്ന രാക്ഷസനെ ദൂരദേശത്ത് നിന്നും വധിച്ചു. നമുജിയെ വധിച്ചു. നമുജി എന്ന് പറയുമ്പോൾ പലതരത്തിൽ പല രാസപ്രവർത്തനങ്ങളിൽ നമുജിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അത് നമുജിയുടെ കഥ പറയുന്നിടത്ത് നമുക്ക് പറയാം. പൊതുവെ ഇങ്ങനെ പറഞ്ഞാൽ മതി, പല രാസപ്രവർത്തനങ്ങളിൽ ചിലയിടത്ത് നമുജിയെ വധിച്ചു, വേറെടുത്ത് വേറെ ചിലതിനെ വധിച്ചു എന്നെല്ലാം പറയും. അപ്പോൾ അത് ഓരോ രാസപ്രവർത്തനങ്ങളുടെ വ്യത്യാസം അനുസരിച്ചാണ് അത് പറയുന്നത്. അപ്പം നമുജിയുടെ കാര്യം, ആ കാര്യം വരുന്നിടത്ത് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞോന്ന് അറിയില്ല, ഇനിയും വരികയാണെങ്കിൽ അവിടെ പറയും. അതായത് ഇത്രയേ ഉള്ളൂ. പലതരം രാസപ്രവർത്തനങ്ങളിൽ വജ്രായുധം ഉപയോഗിച്ചിട്ട് തന്നെയാണ് അത് ആറ്റങ്ങളെ വേർപെടുത്തിയിട്ട് പുതിയൊരു ഘടന ഉണ്ടാക്കിയിട്ട് അതിനെ സോഫ്റ്റ് ഉണ്ടാക്കിയിട്ട് മാറ്റുന്നത്. ചിലയിടത്ത് അങ്ങനെയല്ലായിരിക്കും, സോഫ്റ്റ് ആയതിനെ ഹാർഡാക്കും. നമ്മളിപ്പോൾ ഒരു പ്ലാസ്റ്റിക് എടുത്തു കഴിഞ്ഞ് ഉരുക്കി കഴിഞ്ഞാൽ അതിങ്ങനെ കട്ടയായി മാറും. അവിടെ എന്താണ് ചെയ്യുന്നത്? പൊട്ടിച്ചിട്ട് വേറെ ശക്തിയുള്ള തരത്തിൽ യോജിപ്പിക്കുകയാണ്. അപ്പം ചിലതിനെ അത് ലൂസാക്കി വിടും, ചിലതിനെ ടൈറ്റാക്കി വിടും. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 53-8 ത്വം കരഞ്ചമുദ പർണയം വധീസ്തേ ജിഷ്ടയ അതിദിഗ്വസ്യ വർത്തനീ ത്വം ശതാ വംഘൃതസ്യ അഭിനത്പുരോ നാനുദ പരിഷൂതായിർജിശ്വനാ. അതുല്യദാനിയായ ഇന്ദ്രൻ അതിദിഗ്വനു വേണ്ടി കരഞ്ചൻ, പർണ്യൻ എന്നീ ദൈത്യന്മാരെ തൻ്റെ തിളക്കമേറിയ വജ്രായുധത്താൽ നിഗ്രഹിച്ചു. ഋജീശ്വന രാജാവിനായി വംഘൃതൻ എന്ന ദൈത്യനെയും പരാജയപ്പെടുത്തി. ഇന്ദ്രൻ വേറെ ചില രാസപ്രവർത്തനങ്ങൾ പലതരത്തിൽ നടക്കും. അത് കെമിസ്ട്രി പഠിച്ചവർക്കറിയാം. പലതിലും നടക്കുന്ന പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങളാണ്. അപ്പം ആ രാസപ്രവർത്തനങ്ങളെ പലതായി തിരിച്ചിട്ട് ഇവിടെ ഒരുത്തിയിലെന്ന് പറയുന്നു, അതിദിഗ്വന് വേണ്ടിയിട്ട് നീ എന്ത് ചെയ്തു? കരഞ്ചൻ, പർണ്യൻ എന്നീ ദൈത്യന്മാരെ തൻ്റെ ശക്തിയുള്ള വജ്രായുധത്താൽ വധിച്ചു എന്ന് പറയുകയാണ്. അതിനെപ്പറ്റി ഇവിടെ വിവരിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് തൽക്കാലം അതിനെ വിടാം. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം പറയുന്നുണ്ട്. ഋജീശ്വരൻ എന്ന രാജാവിന് വേണ്ടിയിട്ട് വംഘൃതൻ എന്ന
ദൈത്യനെയും വധിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം പല സ്ഥലത്ത് വരുന്ന രാസപ്രവർത്തനങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. അവയുടെ കഥയുമായിട്ട് ബന്ധപ്പെടുത്തുന്നിടത്തെ അവയെ പറ്റി നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ കയറിയിട്ട് അതൊന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ രസം മുന്നോട്ടേക്ക് പോകില്ല. അതാണ് നേരത്തെ പറഞ്ഞത്. വേദങ്ങളിൽ ചില ഉദാഹരണങ്ങൾ സഹിതം പറയും. ഇപ്പൊ കംസനെ വധിച്ചു എന്ന് വൃത്തിയിൽ പറഞ്ഞു എന്ന് വെച്ചാൽ അപ്പൊ കംസന്റെ കഥ മുഴുവൻ നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. അതല്ല എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? പുരാണ കഥകളിലാണ് വിസ്തരിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ പറയും കംസനെ കൊന്നു, അല്ലെ രാവണനെ കൊന്നു, രാവണനെ കൊന്ന പോലെ എന്നെല്ലാം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കഥയിലേക്കൊന്നും കിടക്കാനുള്ള ഒരു വഴിയും ഇല്ല. അതല്ല ഇവിടെ പുരാണ കഥകളിലൂടെ വരുമ്പോഴാണ് ഇങ്ങനെ ഇന്ന രാജാവിന് വേണ്ടി ഇന്നവരെ കൊന്നു എന്നെല്ലാം പറയുമ്പോൾ അത് പുതിയ കഥകള് നമുക്ക് പുരാണ കഥകളിലായിട്ട് വിസ്തരിച്ച് പറഞ്ഞിരിക്കും. അപ്പം വേദം പഠിക്കണമെങ്കിൽ പുരാണ കഥകളും ചേർത്ത് വെച്ച് പൂർണ്ണമായി പഠിക്കാൻ പറ്റുകയുള്ളൂ. നമുക്കിനി 9 പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 53-9. ത്വം ഗേദാഞ്ജന രാജ്ഞോ ദിർദശാബന്ധുന ശുശ്രവോ ഉപജഗ്മുഷാ ഷഷ്ടിം സഹസ്ര നവതിം നവശ്രുതോ നിചക്രേണ രഥ്യ ദുഷ്പദാവൃണക്. ഇന്ദ്രൻ ശുശ്രൂവസിനോട് യുദ്ധത്തിനായി വന്നു ചേർന്ന 20 രാജാക്കന്മാരെ അവരുടെ 60,099 സഹചരന്മാർ സഹിതം രഥചക്രത്താൽ പലായനം ചെയ്യിപ്പിച്ചു. ഇവിടെയും വേറൊരു കഥയാണ് പറയുന്നത്. വേറൊരു കഥയുടെ ഒരു വശമെടുത്തിട്ട് ഇന്ദ്രൻ ചെയ്ത അദ്ദേഹത്തിൻ്റെ പരാക്രമത്തെ വിവരിക്കുകയാണ്. ശുശ്രുവസുവിനോട് യുദ്ധത്തിനായി വന്നു ചേർന്ന 20 രാജാക്കന്മാർ. ഇപ്പം ഈ 20 രാജാക്കന്മാരാരാണ്, ഈ ശുശ്രുവസിൻ ആരാണ് എന്നെല്ലാം അതെല്ലാം വേറെ കഥകളിൽ വരുന്നതാണ്. അവര് 60,099 സഹചരന്മാർ സഹിതമാണ് രഥചക്രത്തിൽ വന്നിട്ട് പാലായനം ചെയ്തത്. ആരെ കണ്ടിട്ട്? ഇന്ദ്രനെ കണ്ടിട്ട് ഓടിക്കളഞ്ഞു. അപ്പോൾ അതെല്ലാം വേറെ കഥകളാണ്. അതെല്ലാം വേറെ പുരാണ കഥകളിലൂടെ ആ പുരാണ കഥ പറയുന്നിടത്ത് നമുക്ക് അതിലേക്ക് പോകാം. ഇവിടെ ഒന്നേ ഉള്ളൂ, ഇന്ദ്രൻ ഇങ്ങനെ പല പരാക്രമങ്ങളും പലയിടത്തും ചെയ്തിട്ടുണ്ട്. ഇനി 10 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 53-10. ത്വം ആവിദ സുശ്രവസം തവോദിഭി സ്തവ ത്രാമഭിർ ഇന്ദ്രതുർവായനം തുർവയാണം ത്വമസ്മൈ കുത്സമിതി ഗ്വമായും മഹേ രാജ്ഞേ യൂനേ അരന്ധനായ. ഇന്ദ്രൻ സ്വന്തം രക്ഷാ സാധനങ്ങളാൽ ശുശ്രവസിനെയും പോഷണ സാധനങ്ങളാൽ തുർവയാണനെയും രക്ഷിച്ചു. അതുപോലെ ഉത്സൻ, അതിദിഗ്വൻ, ആയു എന്നീ രാജാക്കന്മാരെ ശുശ്രുവസിന് അധീനരാക്കി. ഇന്ദ്രൻ വേറെ അതേ കഥയായിട്ട് തന്നെ നീ സ്വന്തം രക്ഷാ നിന്റെ സംവിധാനങ്ങളോടുകൂടി വജ്രായുധത്താലും മറ്റും നീ എന്ത് ചെയ്തിട്ടുണ്ട്? ശുശ്രുവസുവിനെ, അത് നേരത്തെ പറഞ്ഞതാണ്, തുർവയാണനെയും വേറൊരാള് രക്ഷിച്ചു. വസിനെയും തുർവയാണനെയും രക്ഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്ത്? കുൽസൻ, അതിദിഗ്വൻ, ആയു എന്നീ രാജാക്കന്മാരെ ഇവർക്ക് അണ്ടറിലാക്കി, ഇവർക്ക് അധീനമാക്കി തീർത്തു. അപ്പം വേറൊരു യുദ്ധത്തിൽ ഈ കുൽസനെയും അതിദിഗ്വനെയും ആയുവിനെയും ഇന്ദ്രൻ തോൽപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ഈ ശുശ്രുവസിൻ്റെയും തുർവയാണൻ്റെയും കീഴിൽ അവർക്ക് അധീനനാക്കിയിട്ട് മാറ്റിക്കൊടുത്തു. ഇനി 11. ഇതെല്ലാം പുരാണ കഥകളെ വെച്ചിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാവണനെ വധിച്ചു, ഇന്ദ്ര നീ രാവണനെ വധിക്കാൻ സഹായിച്ചു, അല്ലെങ്കിൽ
കംസനെ വധിക്കാൻ സഹായിച്ചു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥയൊന്നും എടുത്തിട്ട് ഇവിടെ കയറിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആ കഥകൾ വരുന്നിടത്ത് നമുക്കതിനെ വിസ്തരിച്ച് കാണാം. അപ്പോൾ ഇന്ദ്രനെ ഈ തരത്തിൽ തന്നെ കണ്ടുകൊണ്ട്, അതായത് പുരാണ കഥകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ ഇന്ദ്രൻ എന്തായിട്ട് കാണും? ആ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന അദൃശ്യമായ ആ ശക്തി, ആ അവിടെ നടക്കുന്ന രാസപ്രവർത്തനമാണോ എന്തോ ആകട്ടെ, അതിൽ ഇന്ദ്രൻ എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് അവിടെ ഇടപെടുന്നത് എന്ന് അവിടെ വ്യാഖ്യാനിക്കും. ഇനി നമുക്ക് 11 പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്ത 53-11. യാ ഉദൃചീന്ദ്ര ദേവഗോപാസഹായസ്തേ ശിവതമാ അസാമാ ത്വാം തോഷാമത്വയാ സുവീരാദ്രാഖീയ ആയുപ്രതരം ദധാന. ദേവതകളാൽ രക്ഷിതരായ ഞങ്ങൾ ഇന്ദ്രൻ്റെ മിത്രങ്ങളാണ്. ഞങ്ങൾ ഭാവിയിലും സുഖമുള്ളവരായി തീരണേ. ഞങ്ങൾ അസംഖ്യം വീരന്മാരാൽ യുക്തന്മാരായി ദീർഘായുസ്സുകളോടുകൂടി ഇന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് ഇരിക്കുന്നവരാകട്ടെ. ഇവിടെ പറയാണ്, ഇന്ദ്ര ദേവതകളാൽ രക്ഷിതരായ ഞങ്ങൾ, നമ്മളെ രക്ഷിക്കുന്നത് ദേവതകളാണ്. ദേവതകൾ ഏതാണെന്നെല്ലാം നമുക്കറിയാം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകളാണ്. ഉദാഹരണമായിട്ട് അരി ദേവതയാണ്, വെള്ളം ദേവതയാണ്, അഗ്നി ദേവതയാണ്, പാത്രം ദേവതയാണ്. ഇത് നമ്മളെ എങ്ങനെയാണ് രക്ഷിക്കുന്നത്? അരിയും വെള്ളവും പാത്രത്തിലിട്ട് അഗ്നി കൊടുക്കുമ്പോൾ ഇന്ദ്രൻ വന്ന് അതിനെ എന്താക്കി തരും? ചോറാക്കിയിട്ട് തരും. ആ ചോറ് തിന്നിട്ട് നമ്മൾ രക്ഷപ്പെടും. അപ്പം ദേവതകളാണ് നമ്മളെ രക്ഷിക്കുന്നത്. അതിനെ സഹായിക്കുന്ന ശക്തിയാണ് ആര്? ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്ര ദേവതകളാൽ രക്ഷിക്കുമ്പോൾ ഞങ്ങൾ നിന്റെ മിത്രങ്ങളാവുന്നു. അപ്പം ഇന്ദ്രൻ നമ്മുടെ മിത്രമാണ്. നമുക്ക് വേണ്ടി ആ അരിയെ ചോറാക്കി തരികയാണ് ഈ മറ്റു ദേവതകളുടെ സഹായത്താൽ. അപ്പോൾ നമ്മളെന്തെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണോ പുതിയ ഒന്ന് ഉണ്ടാക്കുന്നത്, ആ വസ്തുക്കളെല്ലാം ദേവതകളും അതിൽ പങ്കെടുത്തിട്ട് നമുക്ക് അതിനെ മാറ്റിത്തരുന്ന ശക്തിയായ ഇന്ദ്രൻ മിത്രവും ആകുന്നു. അപ്പം ഇന്ദ്രനെ മിത്രഭാവത്തിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഭാവിയിലും നമ്മൾ സുഖമുള്ളവരായി തീരണേ. നമ്മൾ ഭാവിയിലും ഇതേമാതിരി നമുക്ക് സുഖം കിട്ടണ്ടെങ്കിൽ ഭാവിയിലും നല്ല നല്ല സംഗതികളെല്ലാം ഉണ്ടാക്കിത്തരാനും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ പുതിയ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് സുഖിക്കാനുള്ള സൗകര്യവും ഇന്ദ്രൻ ഒരുക്കി തരണേ. അപ്പോൾ ഇന്ദ്രനാണ് അവിടെ കയറിയിട്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെല്ലാം മാറ്റി തരുന്നത്. നമ്മൾ ചില വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ട് മരുന്നുണ്ടാക്കും. അപ്പോൾ അതിനെ മരുന്നാക്കി മാറ്റുന്ന ആരായിരിക്കും? ആ രാസപ്രവർത്തനത്തിലൂടെ അവിടെ ഒരു സയൻസ് ഉണ്ട്. ആ സയൻസിൽ നിന്നുള്ള ഫലമാണ് അതിനെ വേറൊരു വസ്തു മരുന്നാക്കിയിട്ട് മാറ്റിത്തരുന്നത്. നമുക്ക് അസംഖ്യം വീരന്മാരായ ആൾക്കാരുണ്ടാകണേ. അതായത് പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യാൻ ധീരരായ ആൾക്കാർ നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ധീരരായ ആൾക്കാരുണ്ടാകുമ്പോഴാണ് അവർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ. ഇപ്പോൾ ആകാശത്തിലെല്ലാം നമുക്ക് ബഹിരാകാശത്ത് പോയി താമസിക്കാൻ പറ്റുമോ എന്നുള്ള ഗവേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യം പോകുന്നവരെല്ലാം ധീരന്മാരാണ്. അവിടെ പോയിട്ട് തിരിച്ചു വരുമോ എന്നുള്ള ഉറപ്പൊന്നുമില്ല. അവർ റിസ്ക് എടുത്തിട്ടാണ് പോകുന്നത്. ഗവേഷണങ്ങൾ നടക്കുന്നു. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തായി പോകും, മരിച്ചു പോകാം. അപ്പോൾ അങ്ങനെ ധീരരായ ആൾക്കാരെ നമുക്ക് നേടിത്തരണേ. എന്നിട്ട് നമുക്ക് ദീർഘായുസ്സുള്ളവരാക്കി ഞങ്ങളെ നിന്നെ സ്തുതിച്ചുകൊണ്ട് ഇരിക്കുന്നവരാക്കി തീർക്കണേ. നമ്മൾ നിന്നെ സ്തുതിക്കുകയാണ്. സ്തുതി എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗവേഷണങ്ങൾ നടത്തും, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തും, ബഹിരാകാശത്ത് പോയി താമസിക്കേണ്ട വഴികൾ നോക്കും. അപ്പോൾ അതിന് ധീരരായ ആൾക്കാരെ നീ ഉണ്ടാക്കി തരണേ. നമുക്ക് സ്തുതികളെ എപ്പോഴും പുതിയ പുതിയ ശാസ്ത്രത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നെ സ്തുതിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി തരണേ. അപ്പോൾ നീ വന്നിട്ട് എന്ത് ചെയ്യണേ? നമ്മുടെ ഈ യജ്ഞങ്ങളെല്ലാം സഫലമാക്കിയിട്ട് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ബഹിരാകാശത്ത് പോയി താമസിക്കണം, അവിടെ സുഖമായിട്ട് വീടെല്ലാം വെച്ച് താമസിക്കണം, അതിനെല്ലാം നീ എന്ത് വേണം? നമ്മളെ സഹായിക്കണം. അതിനുള്ള ധീരരായ ആൾക്കാരുണ്ടാകാൻ സഹായിക്കണം.
എല്ലാത്തിലും നീ നമ്മുടെ മിത്രമായിട്ട് നിൽക്കണം.